എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദാറ്റ് ഈസ് ക്രിച്ചോഫ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്യൂട്ടിലുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ആദ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുക. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇവിടെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവിലേക്ക് അല്ലേ, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓരോ സ്ട്രക്ചർ നിങ്ങൾ നോക്കണേ, ഓരോ പ്രോസസ്സുകൾ നോക്കണം. ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്തു, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കാം. ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്ന ഈ ലൂപ്പാണ്, അതായത് 1 2 3 4 എന്ന് പറയുന്ന ലൂപ്പാണ്, 1 2 3 4 എന്ന് പറയുന്ന ലൂപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നോക്കണം, ലൂപ്പിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും എങ്ങനെയാണെന്ന് നോക്കണം. ഓരോ കമ്പോണൻറ്റ് നോക്കാം. ഈ റെസിസ്റ്ററിൻ്റെ അകത്തൂടെയുള്ള ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ മൈനസ് അവിടെയുള്ള കറണ്ട് കൂടാതെ അവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂ IR1, ശരിയല്ലേ? അടുത്ത ഏതാ നോക്കി, അടുത്ത റെസിസ്റ്റൻസ് ഇതാണ്. ആ റെസിസ്റ്റൻസ് ലൂപ്പിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ്, ലൂപ്പ് താഴേക്കാണ്, കറണ്ടിൻ്റെ ഡയറക്ഷനും താഴേക്കാണ്. സോ അവിടെയും നമ്മൾ നെഗറ്റീവ് എടുക്കണം, കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഒരേപോലെ ആയതുകൊണ്ട് അവിടെ നമ്മൾ നെഗറ്റീവ് തന്നെ എടുക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഈസ് IR2. ഇനി അടുത്തതും അതേപോലെ തന്നെ, ലൂപ്പിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരേ ഡയറക്ഷനിലാണ് കറണ്ടും ലൂപ്പും, അതുകൊണ്ട് അവിടെയും മൈനസ് എടുക്കണം നമ്മൾ. IR3 ഈക്വൽ ടു മുന്നേറ്റ് ഒരാളും കൂടെ ഇവിടെ ഉണ്ടല്ലോ സാർ, ഏതാ നമ്മളെ സെല്ലും കൂടെ ഉണ്ട്, അതായത് ബാറ്ററി കൂടെ ഉണ്ട് അവിടെ. അതായത് നോക്കി അതിലൂടെയുള്ള കറണ്ട് കറണ്ട് എങ്ങനെയാണ് ലൂപ്പ് എടുക്കുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, അതാ ഇങ്ങനെയാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എടുക്കണം. സോ പ്ലസ് V ഈക്വൽ ടു എത്രയാണെന്ന് എടുക്കണം, 0 എന്ന് എടുക്കണം. സോ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3 എല്ലാം തന്നിട്ടുണ്ട്. I കോമൺ ആയിട്ട് എടുത്തോ, എടുത്തു കഴിഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3. മക്കളൊന്ന് കറണ്ട് കണ്ടുപിടിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ.